കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ വൈകിയ വേളയിൽ അറിയിക്കുന്നു. ഞാൻ വഴിയാത്രയിൽ തന്നെയാണ്. എനിക്ക് ആഗ്രഹിച്ച സമയത്ത് എത്തിച്ചേരുവാൻ സാധിച്ചില്ല. എന്നാലും ഇന്നത്തെ ക്ലാസ് അത് ഉചിതമായ രീതിയിൽ തന്നെ നടക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ വണ്ടി ഒരു സൈഡ് പാർക്ക് ചെയ്തിട്ട് ഈ ക്ലാസ് എടുക്കുന്നു. സഹകരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമായി സ്തോത്രം. വിശേഷിച്ച് പ്രിയ അബുസാറിനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വന്ദനം ഇന്ന് രാത്രിയിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഒരു പ്രത്യേക വിഷയമാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് രാത്രിയില് 1 തിമോത്തിയോസ് 2-ാം അധ്യായം കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിലേക്കാണ്. വളരെ സുപ്രധാനമായിട്ടുള്ള ചിന്താവിഷയങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു അധ്യായമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് ഞാൻ പര്യവസാനിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ ഇരിക്കാം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വാക്കുകൾ അത് വ്യക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റു തടസ്സങ്ങളൊന്നുമില്ല എന്നും ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ 3-ാം അധ്യായത്തിന്റെ ഓരോ പോർഷൻസ് എടുത്ത് നമുക്ക് ഇത് രാത്രിയിൽ പഠിക്കണം. അതില് 2 പ്രധാനപ്പെട്ട ഓഫീസുകൾ, ഒരു ദൈവസഭയ്ക്ക് 2 പ്രധാനപ്പെട്ട കൃത്യനിർവഹണം ചെയ്യേണ്ട ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് എടുത്തു പറയുന്ന ഒരു അധ്യായമാണ് ഈ 1 തിമോത്തിയോസ് 3-ാം അധ്യായം. ഞാൻ തന്നെ വായിക്കാം. അതിന്റെ 1 മുതൽ 1-ാം വാക്യം വായിക്കുന്നു. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നു എങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. അപ്പോ അതിനുശേഷം, എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനും ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ ഭരിക്കും? ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. അപ്പോൾ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കാം. എങ്കിലും ഇവിടെ പ്രധാനമായിട്ടും ഒരുവൻ അധ്യക്ഷ സ്ഥാനം, 2-ാം വാക്യത്തിൽ എന്നാൽ അധ്യക്ഷൻ. അപ്പോൾ ആ പദമാണ് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്തു പോകേണ്ടത്. അധ്യക്ഷ സ്ഥാനം എന്താണ്? അധ്യക്ഷ സ്ഥാനം എന്നുള്ള വാക്ക് ഒരു ദൈവസഭയെ സംബന്ധിച്ച് മലയാളത്തിൽ ആ പദം അത്ര ഒരു അനുയോജ്യമായ പദമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ ആ പദം trustworthy, the saying if anyone overseership aspire to of good work. ഓവർസിയർ എന്നുള്ള പദമാണ് ഒരു ട്രാൻസ്ലേഷനിൽ കിടക്കുന്നത്. മറ്റൊരു ട്രാൻസ്ലേഷനിൽ ബിഷപ്പ് എന്നുള്ള പദമാണ്. ബിഷപ്പ്. അപ്പം ബിഷപ്പ് എന്നുള്ള പദം കാണുന്നു. ഓവർസിയർഷിപ്പ് അതെന്താണെന്ന് ഞാൻ ഒന്ന് അതിലേക്ക് വരാം. 3 പദമാണ് ദൈവസഭയുടെ നേതൃസ്ഥാനത്തിന് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്ന 3 പദങ്ങൾ. 1 ബിഷപ്പ്, 2 എൽഡേഴ്സ് മൂപ്പന്മാര്, 3 പാസ്റ്റേഴ്സ് ഇടയന്മാര്. അപ്പൊ ബിഷപ്പ്, എൽഡേഴ്സ് മൂപ്പന്മാര്, 3 പാസ്റ്റേഴ്സ്. 3 പദങ്ങൾ ഈ സഭാ നേതൃത്വത്തെ സംബന്ധിച്ച് പല ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് 3ഉം പല പദമാണെങ്കിലും ഈ 3ന്റെയും ആ ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു കൃത്യനിർവഹണം എന്ന് പറയുന്നത് ഏതാനും സമാനമായ രീതിയിൽ തന്നെയാണ്. എന്നാൽ അക്കാലത്തെ നിലനിന്നിരുന്ന ഒരു സാംസ്കാരിക കൾച്ചറൽ ആസ്പെക്ട് ഈ ഓരോ വാക്കുകൾക്കും വില കൽപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഈ ഇന്ന് തിമോത്തിയോസിന്റെ ലേഖനത്തിലെ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്താണ് ആ അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ എന്താണ് അതിന്റെ
ഗ്രീക്ക് പദം എന്ന് ഞാൻ പറയട്ടെ. അതിന് ഗ്രീക്ക് പദം എന്ന് പറയുന്നത് എപ്പിസ്കോപ്പോസ് എന്നാണ്. എപ്പിസ്കോപ്പോസ്, നിങ്ങൾക്ക് ആ പദം നല്ലപോലെ കേട്ട് പരിചയം കാണും. എപ്പിസ്കോപ്പൽ എന്നുള്ള പദം, എപ്പിസ്കോപ്പൽ ചർച്ചസ് അല്ലെങ്കിൽ എപ്പിസ്കോപ്പോസ് എന്നൊരു പദമാണ്. എന്താണ് എപ്പിസ്കോപ്പോസ്? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ബിഷപ്പ് ആകട്ടെ, എൽഡേഴ്സ് മൂപ്പരാകട്ടെ, ഈ പറയുന്ന പാസ്റ്റേഴ്സ് ആകട്ടെ, ഇവരുടെ ഒരു ചുമതല, കൃത്യനിർവഹണത്തിന്റെ യഥാർത്ഥ വാക്കാണ് എപ്പിസ്കോപ്പോസ് എന്ന് പറയുന്നൊരു വാക്ക്. ഇത്രയേ ഉള്ളൂ. രണ്ട് പദം ചേർന്നുള്ള പദമാണ് എപ്പിസ്കോപ്പോസ്. എപ്പിസ് എന്ന് പറഞ്ഞാൽ ഓവർ, ഓവർ. രണ്ടാമത് സ്കോപ്പോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വാച്ച്, സീസ്, ഇല്ലെങ്കിൽ വീക്ഷിക്കുക, ഇതൊക്കെ തന്നെയാണ്. ഓവർസീസ്, ആ പദത്തിന്റെ യഥാർത്ഥ അർത്ഥം ക്കുക, മേൽനോട്ടം. അപ്പൊ നിങ്ങൾ ആ വാക്കിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു വിഭാവനം ഇത് തന്നെയാണ്, മേൽനോട്ടം, ഓവർസിയർ, ഓവർസീസ്. ആ പദം ഞാൻ അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ സാംസ്കാരികമായി അല്ലെങ്കിൽ അക്കാലങ്ങളിൽ നിലനിന്നിരുന്ന ഈ മൂന്ന് പദത്തിന്റെയും യാഹൂദ്യ അല്ലെങ്കിൽ സാംസ്കാരിക അർത്ഥങ്ങൾ കൂടെ ഞാനൊന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തിൽ, എന്റെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ ഇന്ന് പാസ്റ്റർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചിന്തയിൽ വരുന്നത് ആരാണ്? ഒരു സഭയുടെ നടത്തിപ്പുകാരൻ, ഒരു അവർക്ക് പ്രത്യേക ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അവരുടെ ഡ്രസ് കോഡ് ഇതായിരിക്കണം, ഇതൊക്കെയാണ് നമ്മുടെ. പെട്ടെന്ന് ബിഷപ്പ് എന്ന് പറയുമ്പോഴത്തേന് അതിനേക്കാൾ കുറച്ചും കൂടെ നമ്മൾ വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. നമുക്ക് അയിത്തമാണ് ബിഷപ്പ് എന്നുള്ള വാക്കിനോട് തന്നെ. പക്ഷെ ഇവിടെ ബിഷപ്പ് എന്നുള്ള പദമാണ് കൊടുത്തിരിക്കുന്നത്, നിർഭാഗ്യവശാൽ. പക്ഷെങ്കിൽ അത് നമുക്ക് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ നോക്കണം, ഒന്ന് ബിഷപ്പ് എന്നുള്ള വാക്കിന്റെ അർത്ഥം, രണ്ട് എൽഡർ എന്നുള്ള വാക്ക് എങ്ങനെയായിരുന്നു അക്കാലങ്ങളിൽ മനസ്സിലാക്കിയിരുന്നത് മൂപ്പന്മാർ, മൂന്ന് പാസ്റ്റർ ഏത് രീതിയിലാണ് അവര് മനസ്സിലാക്കിയത്. അപ്പൊ ബിഷപ്പ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അവർ മനസ്സിലാക്കിയ അർത്ഥമല്ല, അവർ മനസ്സിലാക്കിയത് ഓട്ടം വഹിക്കാനുള്ള അവരുടെ ആ മേൽനോട്ടം വഹിക്കാനുള്ള അവരുടെ പ്രാവീണ്യം, അവരുടെ ആ കോമ്പിറ്റൻസി. രണ്ടാമത് എൽഡേഴ്സ് എന്നുള്ള വാക്ക്, മൂപ്പന്മാർ എന്നുള്ള പദം ആ സംസ്കാരത്തിൽ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ അറിവ്, ജ്ഞാനം, വിസ്ഡം, അവരുടെ അറിവിനെ സംബന്ധിച്ച് എന്നുള്ള ഒരു പദമാണ്. മൂന്നാമത്തത് പാസ്റ്റേഴ്സ്. പാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഹൃദയത്തെ സംബന്ധിച്ച് ഒരു പാസ്റ്റർ ഹാർട്ട്, ഒരു എന്നാ പറഞ്ഞേ, ഇടയന് ഒരു നല്ല ഹൃദയം, മനസ്സിലാക്കാനുള്ള ഹൃദയം, പരിപാലിക്കാനുള്ള ഹൃദയം. ഇത്തരത്തിലാണ് ഈ മൂന്ന് വാക്കുകളും സാംസ്കാരികമായി അവർ മനസ്സിലാക്കിയിരുന്നത് വേണമെങ്കിൽ പറയാം അക്കാലങ്ങളിൽ. ഓക്കെ, നമ്മൾ നമ്മുടെ പഠന വിഷയത്തിലേക്ക് വരികയാണ്. എപ്പിസ്കോപ്പോസ്, ഓവർസീസ് അല്ലെങ്കിൽ ബിഷപ്പ് എന്നുള്ള പദം. എന്നാൽ ഈ പദം ഇങ്ങനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ വേദപുസ്തകത്തിൽ ഇതിനൊരു സെലക്റ്റീവ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അർത്ഥം ഇത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഒത്തിരി പേര്, എത്ര പേര് സഭയിൽ ബിഷപ്പായിരിക്കണമെന്ന് നമുക്ക് കാണുന്നില്ല, എത്ര പേരാകാം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, എത്ര അധികം ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇത് ഒരു ചുരുങ്ങിയ ഒരു ഗ്രൂപ്പിലേക്കാണ് ഈ ബിഷപ്പ് എന്നുള്ള പദവി, നേതൃത്വ പാഠകം എന്നുള്ളൊരു പദവിയിലേക്ക് പോകുന്നത്. അല്ലാതെ അധ്യക്ഷ സ്ഥാനം ഒരു ചുരുങ്ങിയ ഒരു കാറ്റഗറിയിലേക്ക് മാറുകയാണ്, ഒരു ചുരുങ്ങിയ കാറ്റഗറിയിലേക്ക് ഇത് പോകുകയാണ്. ഇതൊരു വിശാലമായ ഒരു ഗ്രൂപ്പല്ല, ഒരു സമൂഹമല്ല. ഇതൊരു വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. നമുക്കത് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് മൂപ്പന്മാരാകട്ടെ,
അത് ബിഷപ്പാകട്ടെ പാസ്റ്റർമാരാകട്ടെ, ഈ 3 പദവും കോർത്തിണക്കി വേണം നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി. ഇത് എന്നാൽ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ 1-ാം വാക്യത്തിൽ ഞാൻ ആ പദം അങ്ങ് വിടുകയാണ്. കാരണം അത് സംസാരിച്ചു പോലെ ഒത്തിരി സമയം ദീർഘമാക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ പദം അങ്ങ് വിടുകയാണ്. നിങ്ങൾക്ക് ഇത്രയും അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ബിഷപ്പ് എന്നുള്ള വാക്കും? എപ്പിസ്കോപ്പോസ് എന്നുള്ള പദമാണ് ഗ്രീക്കില്. ഓവർസീപ്സ്, മേൽനോട്ടം വഹിക്കുക, അധ്യക്ഷസ്ഥാനം വഹിക്കുക, ഇല്ലെങ്കിൽ കാര്യങ്ങൾക്ക് അവർ നിയന്ത്രിക്കുന്നവർ എന്നുള്ള ഒരു പദവിയിലേക്ക് വരിക എന്നുള്ളതാണ് ഈ പദം കൊണ്ട് മനസ്സിലാക്കുന്നത്. ശരി, ഇനി അതിശയോക്തി ഞങ്ങൾ ഈ വാക്കുകൾ മനസ്സിലാക്കേണ്ടത് എന്തായിരിക്കണം ക്വാളിറ്റി. അവിടെയാണ് നമ്മൾ ഈ എപ്പിസ്കോപ്പോസ്, ഈ ബിഷപ്സിന്റെ ക്വാളിറ്റി എന്താണ്? അതാണ് പരിശുദ്ധാത്മാവ് തിമോത്തിയോസിൽ എഴുതുന്ന ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നു എങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. അപ്പൊ അവിടെ നല്ല വേല, ഗുഡ് വർക്ക്സ്, നല്ല പ്രവൃത്തി. എന്താ ഈ നല്ല പ്രവൃത്തി? അതിന്റെ ശരിക്കുമുള്ള ഒരു അർത്ഥത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെർവൻഹുഡ് മനോഭാവം, ഒരുവൻ സേവാ മനോഭാവമുള്ളവനായിരിക്കണം. ഒരുവൻ അധ്യക്ഷ സ്ഥാനമാകണമെങ്കിൽ ഒരു നേതാവാകാൻ വേണ്ടിയല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന ഒരു മനോഭാവമാണ് ഉണ്ടാകേണ്ടത് എന്ന് പൗലോസ് പറയുകയാണ്. എത്രമാത്രം ആഴമുള്ള ഒരു പദമാണെന്ന് നോക്കിയേ നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ. ഒരു നേതൃത്വ പാടവത്തിൽ നിൽക്കുന്ന ഒരാള് എല്ലാത്തിന്റെ മുകളിൽ നിൽക്കുവാൻ വേണ്ടിയല്ല താല്പര്യപ്പെടേണ്ടതിന്, റാദർ he should have a mind of servanthood, ഒരു ശുശ്രൂഷിക്കുന്ന മനോഭാവം ഉണ്ടായിരിക്കണമെന്നാണ് 1-ാമത്തെ വാക്യത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പദം. എന്നാൽ അധ്യക്ഷൻ, ഇവിടെ ആ ക്വാളിറ്റി വരുന്നത്. നിങ്ങൾ ആ ക്വാളിറ്റിയിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. ക്വാളിറ്റിയില് അവിടെ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, സത്യമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത്, അത്യാവശ്യം നല്ലപോലെ പ്രസംഗിക്കാൻ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് പാസ്റ്റർമാരാക്കും. ഇച്ചിരി അന്യഭാഷ കൂടുതൽ പറയുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ പിന്നെ എടുത്ത് നമ്മൾ പൊക്കി വെക്കും. ഇനി ഇപ്പോഴത്തെ ഒരു മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ അത്യാവശ്യം പണം സ്വാധീനമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നേതാവായിട്ട് കാണാറുണ്ട്. പക്ഷെങ്കിൽ ഇനി ഞാൻ ഒന്നും കൂടെ കയറ്റി പറയാം, അത്യാവശ്യം കാണാൻ ഇച്ചിരി നമ്മുടെ അബ്ശലോമിനെ പോലെ ഇച്ചിരി സൗന്ദര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ, അബ്ശലോമിനെ പറ്റി അങ്ങനെയല്ല പറയുന്നത്, ഇസ്രായേലിൽ വേറൊരു സൗന്ദര്യം, ഇതുപോലെ സൗന്ദര്യമുള്ളവരെ വേറെ കാണുന്നില്ല, ശ്ലാഘ്യരായ അങ്ങനെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് വരുവാനുള്ള ഒരു ചൂണ്ടുമലകയായിട്ട്, ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ വില കൽപ്പിക്കാറുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങ് വന്നേ, ഈ ക്ലാസ്സിലേക്കൊന്ന് ശ്രദ്ധിച്ചേ, ഈ വാക്യത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. നേതാവാകേണ്ടവന്റെ ക്വാളിറ്റി അവന്റെ സ്വഭാവത്തിലാണ് പരിശുദ്ധാത്മാവ് അക്കമിട്ട് നിരത്താൻ പോകുന്നത്. എത്ര അതിശയമാന്ന് നോക്കിയേ. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് അപ്പോൺ ദ മണി, ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് അപ്പോൺ ദ ഫിസിക്കൽ ക്യാരക്ടർ, but it is based upon the character. ഇത് സ്വഭാവത്തിലാണ് ഒരു നേതാവാകുവാൻ, അധ്യക്ഷനാകുവാൻ ഒരു ബിഷപ്പ്മാവ് ഇവിടെ ഒരാളെ ആക്കി വെക്കുന്നത്. ഇതിൽ പറയും വേറൊരു പദം എനിക്ക് പറയാനില്ല. ഇതിൽ കവിഞ്ഞൊരു വേറൊരു ആശയം എനിക്ക് പങ്കുവെക്കുവാനില്ല. It is based upon the character, സ്വഭാവം. കാരണം നമുക്ക് പണം, നല്ല 2 വാക്ക് സംസാരിക്കാൻ അറിയാവുന്നവർ മാത്രമല്ല. ഇവിടെ വായിച്ചു നോക്കുമ്പോൾ, ഒന്ന് നിരപവാദ്യൻ. ആ പദം നമ്മൾ മനസ്സിലാക്കണം, നിരപവാദ്യൻ. രണ്ടാമത് അവിടെ പറയുകയാണ്, ഞാൻ ആ പദം ഒന്ന് ഗ്രീക്ക് തർജ്ജിമയിൽ നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, നിരപവാദ്യരായിരിക്കണം. നിരപവാദ്യം എന്ന് പറഞ്ഞാല് അതിലേക്ക് നമുക്ക് വരാം.
അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അതിന്റെ ആർക്കെങ്കിലും ഇംഗ്ലീഷ് തർജ്ജമ ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കാമോ? ഇംഗ്ലീഷ് തർജ്ജമ ആർക്കെങ്കിലും കയ്യിലുണ്ടോ? നിരപവാദിയൻ. ഒരു വാക്ക് ഇതാണ്, വേണ്ട ആരും വായിക്കണ്ട. ട്രസ്റ്റ് വർത്ത്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ. ഇതാ അതിനർത്ഥം. അത് തന്നെ, ബ്ലെയിംലെസ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ. മറ്റുള്ളവരെ അപമാനിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കാത്തവൻ. 2, അവിടെ ഏകഭാര്യ ഉള്ളവനായിരിക്കട്ടെ. ഏകഭാര്യ നിരപവാദിയനും ഏകഭാര്യയുടെ ഭർത്താവ്. അപ്പം അവിടെ ഒരു പ്രത്യേക ഒരു ആശയമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ക്ലാസ് നമ്മളുമായിട്ട് നമുക്ക് എടുക്കണമല്ലോ. അതിന് മുമ്പ് ഞാൻ നമ്മുടെ ഷാജി ജോസഫ് പാസ്റ്ററുമായിട്ട് ഞാൻ ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. വാട്ട് ഷാൽ ബി, എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് അധ്യക്ഷന് മാത്രം പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് ഏകഭാര്യത്വം പറയുന്നത്? അപ്പം നമ്മൾ ഇച്ചിരി മിടുക്ക് കൂടുതലുള്ളവരാണല്ലോ, നമ്മൾ തിരിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അധ്യക്ഷൻ അല്ലാത്തവർക്ക് 2 ആകാം. ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്നാ പറയുന്നത്, ഒരു ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാനും അത്തരത്തിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, അപ്പൊ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇത് പറയുന്നത്? അപ്പൊ അദ്ദേഹം ഞങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ, എനിക്ക് ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ കഴിഞ്ഞത്, അക്കാലങ്ങളിൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ദ്വിഭാര്യത്വം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ സഭയിലേക്ക് വന്ന കൂട്ടത്തിൽ, സഭയിൽ വന്നപ്പോൾ അവര് അധ്യക്ഷനാകുവാനുള്ള യോഗ്യത നിലവിൽ ഇല്ല എന്ന് പൗലോസ് വ്യക്തമായിട്ട് പക്ഷെങ്കിൽ അവരുടെ സഭാ ആയേക്കാം എന്നുള്ളൊരു അനുമാനം വേണമെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാമെന്നല്ലാതെ ഒരു കാരണവശാലും ദ്വിഭാര്യത്വം വേദപുസ്തകം അനുവദിക്കുന്നില്ല. പിന്നെ ഹസ്ബൻഡ് ഓഫ് 1 വൈഫ് വ്യക്തമായിട്ടുണ്ട്, ഒരു ഭാര്യയുടെ ഭർത്താവ്. അതിനർത്ഥം നമുക്ക് ഇങ്ങനെ കൂടെ ചിന്തിക്കാം, കല്യാണം കഴിച്ചവര് മാത്രമേ പാസ്റ്റർ ആകാവുള്ളൂ, കല്യാണം കഴിച്ചവര് മാത്രമേ ബിഷപ്പ് ആകാവുള്ളൂ, കല്യാണം കഴിച്ച് മാത്രമേ മൂപ്പനാകാവുള്ളൂ എന്ന് അവിടെ ഇല്ല. കാരണം ഒരു വേദപുസ്തകത്തിലെ വാക്യം മറ്റൊരു വേദപുസ്തകത്തിലെ കോൺട്രാക്ട് ചെയ്യാൻ പാടില്ല. പൗലോസ് തന്നെ പറയുന്നുണ്ട്, കൃപയുണ്ടെങ്കിൽ അവർക്ക് സെലബസി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതിരിക്കുവാൻ കൃപയുണ്ടെങ്കിൽ അങ്ങനെയാകാം, കൃപയില്ലെങ്കിൽ ആ പരിപാടിക്ക് പോകരുതെന്ന് അതിന്റെ അർത്ഥം. അപ്പം അത് മറ്റുള്ള ഭാഗം നമുക്ക് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സെലബസി എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ വിവാഹിതനാകാതിരിക്കുക എന്ന് പറയുന്നത് നിർബന്ധമല്ല. ഇറ്റ് ഈസ് നോട്ട് എ കമ്പൽഷൻ, റാദർ ഇറ്റ് ഈസ് കമ്മിറ്റ്മെന്റ്. അതൊരു സമർപ്പണമാണ്. വിവാഹം കഴിക്കാതെ കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുക എന്നുള്ളത് അല്ല. വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എ സിംഗിൾ വൈഫ്, ഒറ്റ ഭാര്യയാകാവുള്ളൂ. ഇനി ഭാര്യയുടെ കാര്യത്തിൽ നമുക്ക് മരണം എന്നുള്ള വസ്തുത നമുക്ക് എപ്പോഴും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭാര്യ മരിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ ശേഷം വിവാഹം കഴിക്കുവാനും മറ്റുള്ള ലേഖനങ്ങൾ നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഒരു ഭാര്യയുടെ ഭർത്താവ് തന്നെ ആയിരിക്കട്ടെ എന്ന് തന്നെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഭർത്താവും. ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു. അതിനുശേഷം നിർമ്മതനും ജിതേന്ദ്രിയനും. അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഭാഗങ്ങളൊന്നും എന്നാ പറയുന്നത്, ഇംഗ്ലീഷില് ആ ഭാഗമൊന്നും വേറൊരു രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ നോട്ട് ടു വൈൻ എന്ന് പറഞ്ഞാൽ, അവിടെ ഉണ്ട്, ജിതേന്ദ്രനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം, മദ്യപ്രിയനും തല്ലുകാരനും ആകരുത്. അപ്പോൾ അവിടെ ജിതേന്ദ്രൻ, ഭർത്താവ് നിർമ്മതൻ, ജിതേന്ദ്രൻ എന്ന് പറഞ്ഞാല് കുറച്ചും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചാര അടിക്കുന്നവൻ, അത് ഉൾപ്പെടെ. രണ്ടാമത് ഈ പോണോഗ്രഫിക്കൽ, ഇപ്പോഴത്തെ ആശയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള മറ്റുള്ള സ്ത്രീകളെ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള മനസ്സോടുകൂടെ ലൈംഗികമായ ചുവയോടുകൂടെയോ ആശയത്തോടുകൂടെയോ മറ്റുള്ളവരെ സഹകരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നവനാകരുത് എന്നുള്ള അർത്ഥമാണ്. ഒരു വലിയ ഒരു മീനിങ് തന്നെയാണ് ജിതേന്ദ്രിയൻ എന്നുള്ളൊരു പദത്തില് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് സുശീലൻ, അത് സ്വഭാവത്തെ പറ്റി തന്നെയാണ്. അതിഥിപ്രിയൻ, എടുത്ത് പറയേണ്ട കാര്യമില്ല. ഉപദേശിപ്പാൻ സമർത്ഥൻ,
നല്ല വാക്ചാതുര്യത്തോടു കൂടി സംസാരിക്കുന്നവര്. നിങ്ങള് അതില് നമുക്ക് അഭിപ്രായം പറയാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ഒരു അധ്യക്ഷൻ എന്ന് പറയുന്നത് 4 വാക്ക് 4 പേരുടെ മുമ്പിൽ നല്ലപോലെ സംസാരിക്കാൻ കഴിയുന്നവരാകണമെന്ന് വേദപുസ്തകത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അങ്ങനെ അത് തെറ്റല്ല. സമർത്ഥനാകണം എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സമർത്ഥനായിരിക്കണം. അല്ലാതെ എന്നാ പറയുന്നത്, നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞ ബബ്ബ അടിക്കുന്നവരാകരുത്. നല്ലപോലെ എന്താ പറയുന്നേ, നമ്മുടെ എന്നാ അളന്ന് തൂക്കി, പിണറായി വിജയനൊക്കെ പറയുന്ന പോലെ അളന്ന് തൂക്കി നല്ല കൃത്യമായ മറുപടി പറയാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം, വ്യക്തമായ സംസാര ശൈലി ഉള്ളവരായിരിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. സമർത്ഥനായിരിക്കണം. ഇനി അടുത്തത് മദ്യപ്രിയൻ. ഇനി മദ്യപ്രിയന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കൺസെപ്റ്റിൽ ഒരു കാരണവശാലും ഈ മദ്യം എന്ന് പറയുന്നത് നമ്മൾ അനുവദിക്കത്തില്ല. പക്ഷെങ്കിൽ ഫോറിൻ കൾച്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ പറയുന്നൊരു വാക്ക് അവർ ലീഗലൈസ് ചെയ്യുന്ന ഇങ്ങനെയാണ്, ഡ്രങ്കാർഡ് എന്ന് പറഞ്ഞാൽ കുടിച്ച് മത്തനാകരുത്, വേണമെങ്കിൽ ഒരു സിപ്പ് എടുക്കാം. നമുക്ക് എന്താ പറയുന്നേ, നമ്മുടെ തിമോത്തിയോസിലുണ്ട്. നിങ്ങൾ പക്ഷെ ഏറ്റവും അനുയോജ്യമായ ഒരു മറുപടി എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തില്, ഡു നോട്ട് ഡ്രങ്ക്, കുടിക്കരുത്. അതെന്നാ പറയാൻ എത്ര മടി? നമുക്കത് കൃത്യമായിട്ട് നമ്മുടെ സഭകൾ പറയുന്നുണ്ട്. പക്ഷെ ഫോറിൻ കൺട്രീസിൽ പോകുമ്പോൾ നമ്മുടെ പാസ്റ്റർമാർ അതെന്നാ പറയാത്തെ? നമ്മുടെ ദൈവദാസന്മാർ ആ കാര്യത്തിൽ എന്നാ മയപ്പെടുത്തുന്നത്? പ്രത്യേകിച്ച് സായിപ്പ്മാരുള്ള കോൺഗ്രിഗേഷൻ എന്തുകൊണ്ട് ഇത് പറയാൻ മടിക്കുന്നു? പിന്നെ അന്നേരം ഇച്ചിരി പൈസ കുറയും, ഇച്ചിരി ദശാംശം കുറയും, ചിലപ്പം ആ സീറ്റ് നമുക്ക് ഇരിക്കാൻ കഴിയത്തില്ല. പക്ഷെ യു ഹാവ് ദ ബോൾഡ് ടു സേ ഡു നോട്ട് ഡ്രങ്ക്. നിങ്ങൾ ഒരു മദ്യത്തിന്റെ ലവലേശം പോലും തുടരരുത് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അതാണ് അധ്യക്ഷൻ. അങ്ങനെ ഉണ്ടായിരിക്കണം. ഇനി അടുത്തത്, തല്ലുകാരനരുത്. തല്ലുകാരൻ. ഞാൻ ഇതൊക്കെ പറയുമ്പത്തേന്, ഈ തല്ലുകാരന്റെ വിഷയം വരുമ്പത്തേന് സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ സ്വഭാവത്തിന്റെ കാര്യം മറ്റുള്ളവരോട് ചോദിക്കുമ്പോഴത്തേന് ഭയങ്കര, ഞാൻ അതിലേക്ക് വരാം. നമുക്കിങ്ങനെ വായിച്ചു പോകാം. കലഹിക്കുന്നവൻ, ഈ ദ്രവ്യാഗ്രഹം അതിനർത്ഥം എന്നാണെന്നറിയാമോ? ഈ ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ പണത്തോടുള്ള ആർത്തി. പണം ആവശ്യമാണ്, ആർത്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്വഭാവമാണ്. അവിടെ ഒരു വാക്കും കൂടെ കിടപ്പുണ്ട്. അത് ഇംഗ്ലീഷിൽ അത് കാണുന്നത് കവച്ചസ്നസ്. ഒരു വാക്ക്, കവച്ചസ്നസ് പറഞ്ഞൊരു വാക്ക്. അത് ആർത്തി മാത്രമല്ല, അതൃപ്തി. എന്ത് കിട്ടിയാലും തൃപ്തിയില്ല. അങ്ങനെയുള്ളവരാകരുത്. D.L. മൂഡിയെ പറ്റി അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ വിജയം 7 കാര്യം പറഞ്ഞതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുന്നതിൽ കർത്താവ് വിട്ടുവീഴ്ച കാണിക്കാത്ത, അങ്ങനെ വേണം പറയാൻ, ദൈവം ഉപയോഗിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ പണത്തോടുള്ള ആർത്തി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചതെന്ന് അദ്ദേഹത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയ ഒരു ചരിത്രത്തിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ദ്രവ്യാഗ്രഹം. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ, ഒരു ശുശ്രൂഷകൻ ആത്മഹത്യ ചെയ്തു. ഞാൻ അദ്ദേഹത്തെ നേരിട്ടറിയാം. അദ്ദേഹമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ പണത്തോടുള്ള ആർത്തിയെ പറ്റി ഞാൻ അറിഞ്ഞത്. അദ്ദേഹം 2 പ്രാവശ്യം ഇതിനോടകം ജയിലിൽ പോയി കിടന്നൊരു മനുഷ്യനാണ്. ഇതാർക്കും അറിയത്തില്ല. ഭയങ്കര പ്രവാചകനാണ്. കോട്ടയം, കുമ്മനാട്, ഇല്ലെങ്കിൽ ഈ മധ്യ തിരുവിതാംകൂറിന്റെ ഭാഗങ്ങളിൽ, തമിഴ്നാടിന്റെ ഭാഗങ്ങളിലൊക്കെ വളരെയധികം പ്രവചനം പറഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷെങ്കിൽ ഞാൻ ഈ മരിച്ചതിന് ശേഷം, ഈ ആത്മഹത്യ ചെയ്തതിനു ശേഷം അറിഞ്ഞത് അദ്ദേഹം പണത്തോട് ഭയങ്കര ആർത്തിയാ കേട്ടോ. സാത്താൻ അദ്ദേഹത്തിന്റെ മനസ്സ് കവരാൻ കാരണം അദ്ദേഹത്തിന്റെ പണത്തോടുള്ള ആർത്തിയാണ്. തീർച്ചയായിട്ടും സൈത്താന് നമ്മളൊരു സീറ്റ് കൊടുക്കുകയാണ് പണത്തിന്റെ ആർത്തി കാരണം. അപ്പോൾ അധ്യക്ഷൻ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം, ദ്രവ്യാഗ്രഹമില്ലാത്തത്. ഇനി അടുത്തത്, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നത്. മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണം പാലിക്കുന്നതിൽ ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ, ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഞാൻ ആ ഭാഗം വരുന്നത്. പിന്നെ നമ്മള് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യം അന്വേഷിക്കേണ്ടത് രഹസ്യത്തിൽ. അധ്യക്ഷ സ്ഥാനത്തിന് യോഗ്യനാണോ എന്ന് അന്വേഷിക്കേണ്ടത് രഹസ്യത്തിൽ. ആരോടാന്നറിയാം? അയാളുടെ ഭാര്യയോടാ. ആരോടും ചോദിക്കരുത്. ഇദ്ദേഹം വീട്ടിൽ എങ്ങനെയുണ്ട്, ഇത്രയും ചോദിച്ചാൽ മതി. വേറെ ആരോടും ചോദിക്കരുത്. നല്ലൊരു പാസ്റ്ററാണോ, നല്ലൊരു ബിഷപ്പാണോ, നല്ലൊരു മൂപ്പനാണോ എന്നുള്ള ക്വാളിഫിക്കേഷൻ യോഗ്യനാണോ എന്ന് രഹസ്യത്തിൽ അന്വേഷിക്കേണ്ടത് വേറെ ആരോടുമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയോട് മാത്രമേ ആകാവുള്ളൂ. ഇത്രയും ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്തോത്രം. എന്നും പറഞ്ഞുകൊണ്ട് നാളെ എന്റെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്യാൻ വരരുത്. ഞാൻ അതോടുകൂടെ ഞാൻ പിൻവലിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഒരു തമാശ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ
ഇവിടെയാണ് ഒരു അധ്യക്ഷന്റെ ക്വാളിഫിക്കേഷൻ മനസ്സിലാകുന്നത്. ഓക്കെ, ഇവിടെ നിഗളിച്ചിട്ട്, നിഗളം. അപ്പോൾ നിഗളിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം അവിടെ എനിക്കൊരു പേര് വേണം, ടൈറ്റിൽ, എനിക്കൊരു ടൈറ്റിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യക്ഷൻ. അവർക്ക് അധ്യക്ഷനാകാൻ യോഗ്യനല്ല. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവധിയിൽ അകപ്പെടാതിരിപ്പാൻ. കേട്ടോ, പിശാചിന്റെ ആഗ്രഹം എന്തായിരുന്നു? എനിക്കൊരു സ്ഥാനം വേണം, എനിക്കൊരു ടൈറ്റിൽ. നിങ്ങൾ ഇക്കാലങ്ങളിലെ അധ്യക്ഷന്മാരുടെ മനോവികാരം എടുത്തു നോക്കി. ഞങ്ങളുടെ IPC തന്നെ വെച്ചോ, ഞാൻ 2 പ്രാവശ്യം ഇലക്ഷൻ നിന്നിട്ടുണ്ട്. ഈ ഭാഗം വായിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. സത്യം പറഞ്ഞ സെലക്ഷൻ ദൈവം ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇലക്ഷൻ അല്ലാതെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ഈ ടൈറ്റിൽ വേണമെന്നൊരു ആഗ്രഹം, എനിക്കൊരു സ്ഥാനം വേണമെന്നുള്ള ആഗ്രഹം ദൈവം ആക്കി വെക്കുവാണോണ്ടിരുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെങ്കിൽ എനിക്ക് അതല്ല, എനിക്കൊരു ടൈറ്റിൽ വേണം. അത് സാത്താന്റെ ആഗ്രഹമാണ്. ഇവിടെ വ്യക്തമായിട്ടോട് കാണിക്കുന്നുണ്ട്. നിഗളിച്ചിട്ട് പിശാചിന് വന്ന് ശിക്ഷാവിധി അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യനും വരുത്. ഇനി അടുത്തത്, നിന്നയിലും പിശാചിന് കെണിയിലും അകപ്പെടാതിരിക്കാൻ പുറമേ ഉള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവരും ആയിരിക്കണം. സത്യം പറഞ്ഞാൽ ഈ ക്വാളിഫിക്കേഷൻ മിക്കവാറും എല്ലാ പാസ്റ്റർമാർക്കും ഉണ്ടെന്നാണ് എന്റെ ധാരണ. ആരോട്? പുറമേയുള്ള സാക്ഷ്യം. പക്ഷെ ഞാൻ ഈ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നമുക്ക് അകമേ നമ്മുടെ സാക്ഷ്യം എങ്ങനെയാണ്? നമ്മൾ സത്യം പറഞ്ഞ ഇതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഞാൻ അതാ പറഞ്ഞത്, കുടുംബത്തിൽ നിങ്ങൾ ഭാര്യയോട് അന്വേഷിക്കണം എന്നുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞങ്ങ് പോയത്. ഓക്കെ, ഇനി 8ാം വാക്യത്തിലേക്കാണ് അടുത്ത ഒരു കാറ്റഗറി വരുന്നത്. അടുത്തൊരു കാറ്റഗറി നിങ്ങൾ ശ്രദ്ധിച്ചേ. അവിടെ നല്ല സാക്ഷ്യം ഔവണ്ണം 8ാം വാക്യത്തില് ശുശ്രൂഷകന്മാർ ധനശാലികളായിരിക്കണം. ഇതാരെ ശുശ്രൂഷകന്മാർ? അപ്പൊ ആദ്യം പറഞ്ഞത് ബിഷപ്പ്, രണ്ടാമത് പറഞ്ഞാരാ? ഇനി രണ്ടാമത്തെ വാക്ക് ഇതാണ് പൗലോസ് കൊടുത്തിരിക്കുന്ന വാക്ക്, ഡീക്കൺസ് എന്നൊരു പദമാണ്. ഡീക്കൺസ്, അങ്ങനെ തന്നെ ഡീക്കൺസ്. അപ്പൊ ഡീക്കൺ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 6ാം വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ തന്നെ അവിടെ എല്ലാവരും പ്രാർത്ഥനയിൽ അപ്പോസ്തലന്മാർ ഉറ്റിരുന്നപ്പോൾ മേശയിൽ ശുശ്രൂഷിക്കേണ്ടതിന് ചിലരെ തെരഞ്ഞെടുക്കേണ്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരെ ഡീക്കൺസ് എന്നാണ് പറയുന്നത്. ശരി, ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, മേശമേൽ ശുശ്രൂഷിക്കുന്നത്, നമ്മളിപ്പോ മുകളിലെ ബിഷപ്പ് എന്നുള്ള പദം നമ്മൾ കണ്ടത് ആത്മീയമായ നിലവാരം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം, സ്വഭാവത്തിൽ നിലവാരം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം, ആത്മീയ പശ്ചാത്തലം വളരെയധികം പക്വതയോടുകൂടി കാത്തു സൂക്ഷിക്കണമെന്നാണെന്ന് ബിഷപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ, ഡീക്കൺസിനെ പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ പദം നമുക്ക് എടുക്കാൻ കഴിയുക? ഡീക്കൺസിനെ പറ്റി എങ്ങനെയാണ് എടുക്കാൻ കഴിയുക? അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഡീക്കൺസ് എന്ന് പറയുന്നത് ശുശ്രൂഷകന്മാർ എന്ന് നമ്മൾ ഒറ്റ വാക്യത്തിൽ പറഞ്ഞ് ഇതിനെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെങ്കിൽ ഈ ഡീക്കൺസ് എന്നുള്ള പദം ആത്മീയ സ്വഭാവത്തെ കൂടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ആത്മീയ പശ്ചാത്തലം ഉള്ളവരായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സാധാരണ കമ്മിറ്റിക്കാരായിരിക്കരുത്. നമുക്കറിയാം, നമ്മുടെ സഭയുടെ ഒരു തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, എല്ലാ കാര്യത്തിലും സഭയുടെ ഭൂരിപക്ഷം നോക്കുന്ന ഒരു വോട്ടിംഗ് സിസ്റ്റം. അത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ എങ്ങനെയാ? ഒരു കപ്പ്, സഭയ്ക്ക് വേണ്ടി ഒരു ചായക്കപ്പ് വാങ്ങിക്കാൻ വേണ്ടി അവർ വോട്ടിടും. ഇന്ന കളർ ആകാവുള്ളൂ, അപ്പം ഭൂരിപക്ഷത്തിന് വോട്ടിടുന്നവരുണ്ട്. രണ്ടാമത്തെ ഒരു സിസ്റ്റമാണ് പ്രസ്ബിറ്റേറിയൻ എന്ന് പറയും. പ്രസ്ബിറ്ററി, ഇപ്പൊ ഞങ്ങളുടെ IPC ഒക്കെ സംബന്ധിച്ച് ദൈവദാസന്മാരുടെ ഒരു പ്രശ്നപരിഹാര സമിതി എന്ന് പറയുന്നത് പ്രസ്ബിറ്ററിയാണ്. അത് 40 പേരടങ്ങുന്ന ദൈവദാസന്മാരുടെ ഒരു പാനലാണ്. അവരാണ് ദൈവദാസന്മാരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നത്. കൗൺസിലുണ്ട്, അതിലാണ് വിശ്വാസികളുടെ പ്രശ്നങ്ങൾ തീർക്കുന്നത്. ഒരു വിഭാവന ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പ്രസ്ബിറ്ററിക്കാണ് കൂടുതൽ അധികാരമുള്ളത്. അപ്പൊ പ്രസ്ബിറ്റേറിയൻ സിസ്റ്റം. മൂന്നാമത് ഒരു മൊണോപോളിസ്റ്റിക്, ഒരാൾ പറയും ബാക്കി എല്ലാവരും കേൾക്കും. ഇങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മുടെ ചർച്ചസ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ വി നീഡ് ഡീക്കൺസ്. സഭയിൽ ഡീക്കൺസ്, ശുശ്രൂഷകന്മാർ ആവശ്യമാണ്. അപ്പൊ അവരാരാണ്? അവർക്കുള്ള യോഗ്യത എന്താണ്? അവരപ്പം ഈ വെറുതെ ഖജാഞ്ചിമാരായിട്ട് പൈസ എണ്ണിക്കൊണ്ടിരുന്നാൽ മതിയോ? അല്ല, അവർക്ക് യോഗ്യതയുണ്ട്. അവരുടെ യോഗ്യതയാണ് നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞ 8ാം വാക്യത്തിൽ. അവർ ഘനശാലികളായിരിക്കണം എന്നാണ് പറയുന്നത്. അവർ ഘനശാലികളായിരിക്കണം. ഇനി അടുത്തത്, ഇരുവാക്കുകാര് എന്ന് പറഞ്ഞാൽ വാക്കുകൾ നിലവാരമുള്ളവരായിരിക്കണം. സ്ലാൻഡേഴ്സ്, ഇത് ഭാര്യമാരെ പറ്റി പറയുന്നുണ്ട്. അവരുടെ 12ാം വാക്യത്തിൽ ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബം. ഇനി നന്നായി അതിന്റെ 11ാം വാക്യം, അവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷിന് പറയാതെ
ആ ഭാഗം വായിക്കുമ്പോൾ സ്ലാൻഡേഴ്സ്, ഉറപ്പില്ലാത്തവർ, വാക്കുകളിൽ ഉറപ്പില്ലാത്തവര്, അങ്ങനെയുള്ളവര് ശുശ്രൂഷകന്മാരാകാൻ സാധിക്കത്തില്ല. അടുത്തത് ദുർലാഭമോഹികളും അരുത്, മദ്യപാന്മാരരുത്. അടുത്തത് അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. കണ്ടോ? അപ്പൊ ആത്മീയമായ ഒരു കാര്യം പറയാ, വിശ്വാസത്തിന്റെ മർമ്മം, ഉപദേശ സത്യം. അപ്പം ഡീക്കൺസിന് കമ്മിറ്റിക്കാർ മാത്രമല്ല, കമ്മിറ്റിയിൽ ജോലി ചെയ്യാനുള്ളവർ മാത്രമല്ല, മറിച്ച് അവരും ആത്മീയമായ വിശ്വാസത്തിന്റെ മർമ്മം, ഒരു സഭയുടെ ആത്മീക സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടവരാകണം എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇനി ഔവണ്ണം സ്ത്രീകളും ധനശാലികളായി ഏഷ്യനി പറയാതെ, ഇനി അവിടെ ഡീക്കൺസ് എന്നുള്ള പദം സ്ത്രീകൾക്കുണ്ടാകുമോ? ഇതാണ് അടുത്ത ചോദ്യം. ഇപ്പം നമുക്കറിയാം, കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരിയായ ഫേബ പ്രോബബ്ലി ഡീക്കൺസ് എന്നുള്ള പദവിയിലേക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ സ്ത്രീകൾക്കും അനുവദനീയമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം മുകളിൽ പറയുന്ന പോലെ അവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളാകണം. അപ്പം 11-ാം വാക്യത്തിൽ അവണ്ണം സ്ത്രീകളും ഘനശാലികളായി. അവരെ പറ്റിയുള്ള ക്വാളിറ്റിയാണ് ഏഷ്യനി പറയുന്നവര്. ഏഷ്യനി പറയുക എന്ന് പറയുന്നത് അവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം ഡെവിൾ, സാത്താന് കൊടുത്തിരിക്കുന്ന വേറൊരു പദമാണ് ഏഷ്യനി. അപ്പൊ സ്ത്രീകളുടെ നമ്മള് സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏഷ്യനി എന്ന് പറയുമ്പോൾ തന്നെ സാത്താന്യമാണ്. അത് സാത്താന് കൊടുത്തിരിക്കുന്ന വേറെ ഏഷ്യനിക്കാരെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഏഷ്യനി പറയാതെ നിർമ്മതരും എല്ലാറ്റിലും വിശ്വസ്തന്മാരുമായിരിക്കണം. 12-ാം വാക്യത്തിൽ അവിടെയാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഡീക്കൺസ് അല്ല, 12-ാം വാക്യത്തിൽ ശുശ്രൂഷകന്മാർ ഭർത്താക്കന്മാരും മക്കളെ, ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെ സ്വന്തം കുടുംബങ്ങളെ നന്നാ ഭരിക്കുന്നത്. ഇവിടെ വരുമ്പോഴാണ് നമുക്കൊരു സംശയം ഉണ്ടാകുന്നത്. അപ്പൊ ഡീക്കൺസ് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്കാകാൻ സാധിക്കത്തില്ല, ആണുങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ എന്ന് നമുക്ക് സംശയമുളവാക്കുന്ന, ഒരു സന്ദേഹമുളവാക്കുന്ന ഒരു ഭാഗമാണ് ഇത്. വേദപണ്ഡിതന്മാർ തമ്മിൽ ഒരു ഡിബേറ്റ് നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം സ്ത്രീകൾക്ക് ഡീക്കൺ ആകാൻ പറ്റുമോ? പക്ഷെ അടുത്ത വാക്യം പറയുന്നത് ശുശ്രൂഷകന്മാർ ഏകഭാര്യയുള്ളവരായിരിക്കണം. ആ വാക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മുകളിലത്തെ വാക്ക് ബന്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡീക്കൺസ് ശുശ്രൂഷകന്മാരെന്ന് പറയുന്നത് അവര് തീർച്ചയായിട്ടും സഹോദരന്മാരായിരിക്കണം എന്നുള്ളതാണ് പൗലോസ് ഇവിടെ വെക്കുന്നത്. പക്ഷെ ബിഷപ്പിനെ പറ്റിയും എൽഡേഴ്സിനെ പറ്റിയും പാസ്റ്റേഴ്സിനെ പറ്റിയും പറയുമ്പോൾ അവിടെ ഒരു സ്ത്രീ എന്നുള്ള ഒരു ഫീമെയിൽ കൊണോട്ടേഷൻ അവിടെ വരുന്നില്ല. അവിടെ ഭാര്യയുള്ള ഒരു ബിഷപ്പ് ആയിരിക്കണം, ഭാര്യയുള്ള ഒരു മൂപ്പനായിരിക്കണം, ഭാര്യയുള്ള ഒരു പാസ്റ്റർ ആയിരിക്കണം എന്ന് മാത്രമേ നമുക്ക് ആ പദം നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. ഇവിടെ ഡീക്കൺസ് എന്നുള്ളൊരു പദത്തിൽ മാത്രമേ ഉള്ളൂ രണ്ട് ആശയങ്ങൾ നിലനിൽക്കുന്നത്. നിങ്ങൾക്കത് നിങ്ങളുടെ സ്വന്തമായ പഠനത്തിന് ഞാനത് വിട്ടുതരികയാണ്. അടുത്തത്, തങ്ങൾ നല്ല നിലയിലും ക്രിസ്തുവിനുള്ള വിശ്വാസത്തിന് വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ഇനി 14 വാക്യം ഈ തിമോത്തിയോസ് ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ വേക്കാണ്. അത് പൗലോസിന്റെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമുക്ക് വരികയാണ്. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു, കാരണം ഇപ്പോൾ ജയിലിലാണ്. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതിയിടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിവേഗം. നിങ്ങൾക്ക് ആ ഭാഗം നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിലും യേശുക്രിസ്തുവിന്റെ ബന്ധത്തിലുമാണെന്ന് നമുക്കറിയാം. ഈ ഭാഗം നമുക്ക് മറ്റുള്ള ഭാഗമാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇതിന് ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കത് മനസ്സിലാകുന്ന ഒരു ഭാഗമാണ്. ഞാനത് വിടുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കുമോ? എന്തെങ്കിലും ഈ ഭാഗത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ഒന്ന് പറയാമോ? എന്തെങ്കിലും ഒരു സംശയം? രണ്ട് പദമാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് പഠിച്ചത്. ബിഷപ്പ് എന്നുള്ള ഒരു ഓഫീസ് കാറ്റഗറി, രണ്ട് ഡീക്കൺസ് എന്നുള്ളൊരു ഓഫീസ് കാറ്റഗറി. അപ്പോൾ ഇത് രണ്ടും ആരായിരിക്കണം, എന്തായിരിക്കണം, അവരുടെ ക്വാളിറ്റി എന്താണ്, ഇതാണ് നമുക്ക് 3-ാം അധ്യായത്തിൽ പഠിച്ചത്. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവം ഈ വചനങ്ങളാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ശുശ്രൂഷകളിൽ നമുക്ക് തന്നെ ഒരു നേതാവാണോ അല്ലെങ്കിൽ ലീഡറാണോ അധ്യക്ഷനാണോ എന്ന് സ്വയം ശോധന ചെയ്യാനുള്ള ഒരു സമയവും കൂടെ ആയി ഞാൻ എടുക്കുന്നു. താങ്ക് യു. ഓവർ ടു യു.